ഇത് ഒട്ടും ഔപചാരികതയില്ലാത്ത ഒരു ചടങ്ങാണ്. കൈതപ്പുറം താമരമ്പൂരി ആദ്യം ഈ അവാർഡിൻ്റെ കാര്യം വിളിച്ച് പറയുന്നത് എൻ്റെ അടുത്താണ്. പിന്നീടാണ് ശ്രീനിവാസനിലേക്ക് എത്തിക്കുന്നത്. അതിനുശേഷമാണ് ശ്രീനിവാസൻ നമ്മളെ വിട്ടുപോയത്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് വിധത്തിൽ ഈ രണ്ടുപേരും സമാനന്മാരാണ്. അതായത് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി ഞാൻ പുള്ളിയെ അഭിനയിപ്പിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഒരാൾ മാത്രം എന്നുള്ള സിനിമയിലെ മമ്മൂട്ടിയുടെ കൂടെ വളരെ പ്രസക്തമായൊരു വേഷം അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശ്രീനിവാസൻ നിങ്ങൾക്കറിയാം എൻ്റെ തന്നെ ഒരു ഭാഗമാണ്. കാര്യം ശ്രീനിവാസൻ കൂടി ഉണ്ടാകുമ്പോഴാണ് ഞാൻ പൂർണ്ണനാകുന്നതെന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്. എപ്പോഴും ഞങ്ങൾ രണ്ടുപേരുടെയും പേരുകൾ ഒന്നിച്ചാണ് പറയാറുള്ളത്. ഈ രണ്ടുപേർക്കുള്ളൊരു ഏറ്റവും വലിയൊരു വെച്ചാൽ രണ്ടുപേരും നന്മയുള്ള ആളുകളായിരുന്നു എന്നുള്ളതിനപ്പുറത്ത് രണ്ടുപേരും നർമ്മമുള്ള ആളുകളായിരുന്നു എന്നുള്ളതാണ്. ഉണ്ണീകൃഷ്ണൻ നമ്പൂതിരി പ്രായത്തിൻ്റെ ഭേദമില്ലാതെ ആ ഷൂട്ടിംഗ് സമയത്ത് നമ്മൾ ഒരുപാട് പൊട്ടിച്ചിരിപ്പിക്കുമായിരുന്നു. ശ്രീനിവാസനും അത് കാണാൻ കൂടെ ഉണ്ടായിരുന്നു. അവരൊന്നിച്ചാണ് അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ രണ്ടുപേർക്കുമുള്ള ഒരു സാമ്യം എനിക്ക് തോന്നുന്നത് മറ്റ് പലർക്കും ഇല്ലാത്ത വിധത്തിൽ ശക്തമായ കുടുംബത്തിൻ്റെ അടിത്തറ ഉണ്ടായിരുന്നു. സ്നേഹമാണ് കുടുംബത്തിൽ രണ്ടുപേരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ വലിയ ശ്രീനി പറയാറുണ്ട്, എൻ്റെ മക്കൾ വലിയ IPS ആരോ ഡോക്ടർമാരോ കളക്ടർമാരോ ഒന്നും ആവണ്ട, കോമൺ സെൻസ് ഉണ്ടായാൽ മതി എന്നാണ്. ധ്യാനും വിനീതും വലുതായതിനു ശേഷം ഞാൻ ശ്രീനിവാസനോട് പറഞ്ഞിട്ടുണ്ട്, അത് സത്യമായി. രണ്ടുപേരും കോമൺ സെൻസ് ഉള്ള കുട്ടികളാണ്, സ്നേഹമുള്ള മക്കളാണ്. അതുപോലെ തന്നെയാണ് ഉണ്ണീകൃഷ്ണൻ നമ്പൂതിരിയുടെ മക്കളും. ഇപ്പോൾ ഇവിടെ കാണാം പ്രസിദ്ധനായ ജഡ്ജും അദ്ദേഹത്തിൻ്റെ ചേട്ടനും കുടുംബവും ദേവിയും കൈതപ്പുറവും ഒക്കെ കൂടിയിട്ടുള്ള, അതായത് ശക്തമായൊരു കുടുംബത്തിൻ്റെ വക്താക്കളാണ് രണ്ടുപേരും. അപ്പോൾ അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയെ ഓർമ്മിപ്പിക്കുന്ന ഒരു പുരസ്കാരം ശ്രീനിവാസന് ലഭിക്കുന്നതിൽ ശ്രീനിവാസന് സന്തോഷം തന്നെയാണ്. അതല്ലെങ്കിൽ പല പുരസ്കാരങ്ങളെയും പുള്ളി വലിയ താല്പര്യപൂർവ്വം കാണാറില്ലാത്തതാണ്. കുറേ നിലപാടുകളുള്ള ആളായിരുന്നു ശ്രീനിവാസൻ. കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ശ്രീനിവാസൻ്റെ വെട്ടിത്തുറന്ന സംസാരങ്ങൾ കേൾക്കുമ്പോൾ. ഞാനും വിമലൊക്കെ പലപ്പോഴും പറയാറുണ്ട്, ഈ ക്യാമറയിൽ ആളുകൾ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തുറന്ന് പറയുന്നത്? പുള്ളി പറയും, എനിക്കാരെ പേടിക്കാനാണ്, എനിക്കൊന്നും വേണ്ട. പക്ഷേ ശക്തമായ രാഷ്ട്രീയ നിരീക്ഷണങ്ങളും സാമൂഹ്യ നിരീക്ഷണമൊക്കെ ഉള്ള ആളായിരുന്നു ശ്രീനിവാസൻ എന്നുള്ളത് മലയാളികൾക്ക് മുഴുവൻ അറിയാം. ഇതൊരു നീണ്ട പ്രസംഗത്തിൻ്റെ ഒരു ചടങ്ങല്ല. മാത്രമല്ല ശ്രീനിവാസൻ പോയതിന് ശേഷം ഒരുപാട് അനുസ്മരണങ്ങൾക്ക് എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നിനും പോയിട്ടില്ല. കാര്യം രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഒപ്പം ഉണ്ടായിരുന്ന ഒരാളെ പറ്റിയിട്ട് ഒരു സ്റ്റേജിൽ നിന്ന് അനുസ്മരിക്കുക എന്നുള്ളത് വലിയ സങ്കടമുള്ള കാര്യമാണ്. അപ്പോൾ ഏത് സമയത്തും വേണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ കൺട്രോൾ പോയിന്ന് വരാം. ഇപ്പോൾ ഞാനത് പിടിച്ചു നിൽക്കുന്നത് അത് അങ്ങനെ പോകരുത് എന്നുള്ള വിചാരിച്ചുകൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. ശ്രീനിവാസൻ്റെ ചെതയിൽ ഞാൻ ശ്രീനിവാസന് വേണ്ടി ധ്യാൻ പറഞ്ഞിട്ട് ശ്രീനിവാസന് വേണ്ടി ഞാൻ എഴുതിയ വാക്കുകൾ അതാണ്, എന്നും എല്ലാവർക്കും നന്മകൾ മാത്രം വരട്ടെ. താങ്ക് യു.